नमः विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिनिति नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे कृष्णं नारायणं वन्दे कृष्णं वन्दे व्रजप्रियं कृष्णं द्वैपायनं वन्दे कृष्णं वन्दे प्रदासुदं सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः। पीताम्बरं करविराजितशङ्खचक्रकौमोदकी सरसिजम् अरुणासमुद्रं राधासहायमतिसुन्दरमन्दहासं पातालयेशमनिशं हृदि भावयामि। कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। यं प्रव्रजन्तमनुपेदमपेदकृत्यं द्वैपायनो विरहकातरा जुहावं पुत्रेति तन्मयतया तरवोऽभिनेद्धूस्तम् सर्वभूतहृदयं मुनिमानतोऽस्मि। यस्वानुभावम् अखिलश्रुतिसारमेकम् अध्यात्मदीपमदितितीर्षदां तमोन्धम् संसारिणां करुणयाः पुराणगुह्यं तं व्याससूनुमुपयामि गुरुं मुनीनाम्। कृष्णाय वासुदेवाय देवकी नंदनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। नष्टप्रायेषु अभद्रेषु नित्यं भागवत सेवया भगवदत्युत्तमश्लोके भक्तिर्भवती नैष्टिकी। मूकं करोति वाचालं पङ्गुलङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ശ്രീമദ്ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 5 ശ്ലോകം 20. ഇദം ഹി വിശ്വം ഭഗവാനിവേതരോ യതോ ജഗത്സ്ഥാനനിരോധ സംഭവ തദ്ധി സ്വയം വേദ ഭവാംസ്തദാപീതേ പ്രാദേശമാത്രം ഭവതഃ പ്രദർശിതം. പ്ലീസ് റിപ്പീറ്റ്. ഇദം ഹി വിശ്വം ഭഗവാനിവേതരോ യതോ ഇദം ഹി വിശ്വം ഭഗവാനിവേതരോ യതോ ഇദം ഹി വിശ്വം ഭഗവാനിവേതരോ
यतो जगत्स्थान निरोध संभवा इदं हि विश्वं भगवानिवेतरो यतो जगत्स्थान निरोध संभवा तद्धि स्वयं वेद भवांस्तदापि ते तद्धि स्वयं वेद भवांस्तदापि ते प्रादेशमात्रं भवद प्रदर्शितम् इदं हि विश्वं भगवानिवेतरो यतो जगत्स्थान निरोध संभवा तद्धि स्वयं वेद भवांस्तदापि ते प्रादेशमात्रं भवद प्रदर्शितम् तद्धि स्वयं वेद भवांस्तदापि ते प्रादेशमात्रं भवद प्रदर्शितम् പദാനുപദാർത്ഥം ഇദം ഇത് ഹി എല്ലാം വിശ്വം വിശ്വപ്രപഞ്ചം ഭഗവാൻ പരമപുരുഷനായ ഭഗവാൻ ഇതര വിഭിന്ന രൂപം യഥ ആരിൽ നിന്നോ ജഗത്ത് വിശ്വം സ്ഥാന നിലനിൽക്കും നിരോധ സർവനാശം സംഭവ സർവനാശം അവസാനം സംഹാരം എന്നൊക്കെ പറയും സംഭവ സൃഷ്ടി തത്ഹി സർവ്വതിനെയും കുറിച്ച് സ്വയം സ്വയം വേദ അറിയുക ഭവാൻ അങ്ങയുടെ സദാത്മാവ് ഭവാൻ ശ്രേഷ്ഠനായ എന്നൊക്കെയാണ് അർത്ഥം തഥാ അപി എന്നിട്ടും തേ താങ്കൾക്ക് പ്രാദേശമാത്രം കഥാസംക്ഷേപം സംഗ്രഹം സിനോപ്സിസ് ഭഗവത അങ്ങേക്ക് പ്രദർശിതം വിശദീകരിച്ചു. ഇതിൽ വേദ എന്ന് പറയുന്നതിന്റെ അർത്ഥം കണ്ടോളൂ. വേദ എന്ന് പറഞ്ഞാൽ അറിയുക എന്നാണ് അർത്ഥം. ആ ഒരു വേദമല്ല, വേദം അല്ലെ. 4 വേദങ്ങളെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. വേത്തി വേത്തി വേദ ഇതൊക്കെ അറിയുന്നു ഇതിനും അർത്ഥമാണ്. അപ്പോ ഇതെടുത്ത് ചൂണ്ടിക്കാണിച്ചത് ഓരോ ശ്ലോകത്തിലും അതിന്റെ ഭാവാർത്ഥം ഒരു സംസ്കൃത പണ്ഡിതന് മനസ്സിലാവില്ല എന്ന് തന്നെ മനസ്സിലാക്കുക. അത് ആചാര്യന്മാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം, അവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് നമ്മൾ ഗുരുവിനെ സ്വീകരിക്കുന്നത് അല്ലെ. ഒരു സംസ്കൃത പണ്ഡിതന് ഗുരുവാവാൻ പറ്റില്ല. സമ്പ്രദായത്തിൽ വരുന്ന ആചാര്യൻ, അദ്ദേഹം ആചാര്യൻ സമ്പ്രദായത്തിൽ വരുന്ന ആചാര്യനായിരിക്കണം. അതോടൊപ്പം ശ്രീകൃഷ്ണ പരമഭക്തനുമായിരിക്കണം ഭഗവാന്റെ. എങ്കിൽ മാത്രമേ ഈ ശാസ്ത്രാർത്ഥങ്ങളുടെ കുരുക്ക് അഴിച്ച് യഥാവിധി നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കുള്ളൂ എന്നാണ്. ഇനി ഇതിന്റെ വിവർത്തനം നമുക്ക് നോക്കാം. ഇദം ഹി വിശ്വം ഭഗവാനിവേതരോ യതോ ജഗത് സ്ഥാന നിരോധ സംഭവ തദ്ധി സ്വയം വേദ ഭവാംസ്തഥാപി തേ പ്രാദേശമാത്രം ഭവത പ്രദർശിതം. ഇവിടെ നാരദ ഋഷി വ്യാസദേവനോട് പറയാണ്, ഈ വിശ്വപ്രപഞ്ചം സ്വയം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനാണ്. എന്നിരുന്നാലും അദ്ദേഹം അതിൽ നിന്നും പൂർണ്ണ സ്വതന്ത്രനായി നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടിപ്പോകുന്നില്ല. ഈ വിശ്വപ്രപഞ്ചം ഉദ്ഭവിച്ചതും അദ്ദേഹത്തിൽ നിന്നും മാത്രമാണ്.
അദ്ദേഹത്തിൽ തന്നെയാണ് ഇത് നിലകൊള്ളുന്നതും. സർവ്വതിന്റെയും അന്ത്യം അദ്ദേഹത്തിലാണ് വിലയം പ്രാപിക്കുന്നത്. അവസാനം സംഹാരം എന്നും പറയും. സംഹാരം കഴിയുമ്പോൾ എല്ലാം അദ്ദേഹത്തിൽ വിലയം പ്രാപിക്കുന്നു, ഭഗവാനിൽ വിലയം പ്രാപിക്കുന്നു. ശ്രേഷ്ഠനായ അങ്ങേക്ക് ഇവയെക്കുറിച്ചെല്ലാം അറിവുള്ളതാണല്ലോ. ഞാനൊരു സംഗ്രഹം മാത്രം നൽകിയെന്നേ ഉള്ളൂ. ശ്രീല പ്രഭുപാദ കീ. ഇദം ഹി വിശ്വം ഭഗവാനിവേതരോ യതോ ജഗത്സ്ഥാന നിരോധ സംഭവാം തദ്ധി സ്വയം വേദ ഭവാംസ്തഥാപി തേ പ്രാദേശമാത്രം ഭവത പ്രദർശിതം. ഇന്നത്തെ ശ്ലോകം 20, 21, 22 ഈ ഒരു സെക്ഷൻ ഇവിടെ തീരുകയാണ്. ഈ ഒരു സെക്ഷൻ, ഈ ഒരു ശ്ലോകത്തെ, ഈ ഒരു കൂട്ടം ശ്ലോകങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഭഗവാന്റെ ഗുണങ്ങളെല്ലാം ഭഗവാനെ ഉൾക്കൊള്ളുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്നിവയെ കുറിച്ചൊക്കെ വിവരിക്കുകയാണ്. എന്നാൽ ഇന്നത്തെ ശ്ലോകം ഭഗവാനെ ഡയറക്റ്റ് ആയിട്ട് തന്നെ എടുത്തു പറയുകയാണ്. ഇന്നത്തെ ശ്ലോകം ഇദം ഹി വിശ്വം ഭഗവാൻ ഇവേതരോ യതോ ജഗത്സ്ഥാന നിരോധ സംഭവ എന്ന് പറയുന്നത്. ആദ്യം പറയുന്നത് വിശ്വപ്രപഞ്ചം സ്വയം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനാണ്. എന്നിരുന്നാലും അദ്ദേഹം അതിൽ നിന്നും സ്വതന്ത്രനായി നിലനിൽക്കുന്നു. ഈശോപനിഷത്തില് ഒരു മന്ത്രമുണ്ട്, ഓം പൂർണ്ണമത. ഓം പൂർണ്ണനാണ്. ഓം എന്ന് പറഞ്ഞ ആരാണ്? ആ ഊമ ആരാണത്? ഭഗവാൻ. ഭഗവാൻ കൃഷ്ണനാണ് ഓം. അതുകൊണ്ടാണ് ഭഗവാന്റെ പരമഭക്തനായ മഹാദേവൻ അത് തലയിൽ ചൂടുന്നത്. ചുമ്മാ ഓമിനെടുത്ത് തലയിൽ ചൂടേണ്ട വല്ല ആവശ്യമുണ്ടോ? എന്നാൽ ശാസ്ത്രത്തിൽ ആ എന്നാൽ ആ ഊമ ഓം, അതിലെ ആ എന്നാൽ കൃഷ്ണനെന്നും, കോണ്ടെക്സ്റ്റൽ ആ എന്നാ ബ്രഹ്മാവെന്നും അർത്ഥമുണ്ട് പലയിടത്തും. എന്നാൽ ഇവിടെ ആ ഊമായും വരുന്നുണ്ട്. ആ എന്നാൽ ശിവനെന്നും അർത്ഥമുണ്ട്. എന്നാൽ ഇവിടെ ആ ഊമ ഓം എന്ന് പറയുമ്പോൾ ആ കാരണോച്ചത്തെ കൃഷ്ണ, അത് കൃഷ്ണനെയാണ് ആകാര പ്രതിനിധീകരിക്കുന്നത്. ഊ കാരണോച്ചതേ രാധ, ശ്രീമതി രാധാറാണി, ശ്രീകൃഷ്ണ ഭഗവാന്റെ എനർജിയാണ്, ശക്തിയാണ് രാധ. മാ കാരണോച്ചതേ ജീവ, മാ എന്ന് പറയുന്നത് ആത്മാവാണ്, ആത്മാക്കൾ. അപ്പൊ ഇത് മൂന്നും കൂടെ ചേരുമ്പോഴാണ് ഓം എന്ന് പറയുന്നത്. അപ്പൊ ഈശോപനിഷത്തില് പറയണു ഓം പൂർണ്ണമത, ഓം ഭഗവാൻ പൂർണ്ണമത, അത് പൂർണ്ണമാണ്. ഓം പൂർണ്ണമത പൂർണ്ണം ഇതം, എന്നാൽ ഈ ലോകവും പൂർണ്ണമാണ്, പൂർണ്ണമിതം. അല്ലെ? ശങ്കരാചാര്യൻ പറഞ്ഞത് ജഗത്ത് മിഥ്യ എന്നാ പറയുന്നത്. എന്നാൽ ഇവിടെ ഈ ജഗത്തും പൂർണ്ണമാണ്. എന്താ കാര്യം? പൂർണ്ണമാതായ പൂർണ്ണമേവാവശിഷ്യത, പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം ഉണ്ടായതുകൊണ്ട്, അല്ലെ? പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം ഉണ്ടായതുകൊണ്ട് അതും പൂർണ്ണമാണ്. അല്ലെ? ഒരു തീയിൽ നിന്ന്, ഒരു തീയുടെ സ്ഫുലിംഗം, അഗ്നിയുടെ സ്ഫുലിംഗം മാറി നിന്നാലും അത് പൂർണ്ണത്തിൽ നിന്ന്, തീയിൽ നിന്ന് തന്നെ വന്നതുകൊണ്ട് തീയുടെ അതേ സ്വഭാവമാണ്. അതേമാതിരി ഈ വിശ്വവും ഈശ്വരൻ തന്നെയാണ്. എങ്കിലും വ്യത്യാസമുണ്ട് കേട്ടോ.
എന്നാ പിന്നെ ഈ വിശ്വത്തിനെ തന്നെ ആരാധിച്ച പോരെ? വൃക്ഷത്തിന്റെ ഇലകൾ, ഇതില് വൃക്ഷത്തിന്റെ ശിഖരങ്ങളിൽ നിന്ന് ഇലയുണ്ടാവുന്നു, കായകൾ ഉണ്ടാവുന്നു. വൃക്ഷത്തിൽ നിന്നും ഭിന്നമല്ല എങ്കിലും നമ്മൾ ഇലയെ കണ്ടിട്ട് വൃക്ഷം എന്ന് പറയാറില്ല, അല്ലെ? പൊതുവായി പറയുന്നത് എന്താണ്? വൃക്ഷം. അതിൽ നിന്ന് ഇല വരുന്നു. അതുകൊണ്ട് വൃക്ഷത്തിനെ നമ്മൾ ഫോക്കസ് ചെയ്യണം. അതേമാതിരിയാണ് ഈശ്വരനിൽ നിന്ന് ഈ പ്രകൃതി വന്നാലും, ഈശ്വരനാണ് പ്രകൃതിയെ നിയന്ത്രിക്കുന്നുവെങ്കിലും ഈശ്വരൻ അതിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു. അതാണ് ഇവിടെയും പറയുന്നത്. ഇതം ഹി വിശ്വം ഭഗവാൻ ഇവേതരോ യഥോ ജഗത്സ്ഥാനം നിരോധ സംഭവ. ഈ വിശ്വപ്രപഞ്ചം സ്വയം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനാണ്. ഏത് രീതിയില്? ഇനി ഒരു മാനിഫെസ്റ്റേഷൻ ആണ്, ഒരു കാരണം കൊണ്ട്. ഈ ഭൗതിക ലോകത്തിലുള്ള ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ഒരു ടെമ്പററി ആയിട്ടുള്ള പാർപ്പിടത്തിന് വേണ്ടി ഭഗവാന്റെ ശക്തി തന്നെയാണ് ഈ ഭൗതിക ലോകം. അതാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ഭഗവാനെ വിട്ടിട്ട് ഈ ഭൗതിക ലോകത്തിനെ തന്നെ, പ്രകൃതി, ഇതൊക്കെയാണ് എൻ്റെ ദൈവമെന്ന് പൂജിക്കുന്നവൻ തിരുമണ്ടനാണ്, അല്ലെ? കാരണം എന്താ? ഭഗവാന്റെ ശക്തിയാണ്. ഭഗവാൻ അവിടെ ഉണ്ട്. ഭഗവാൻ വിദൂരത്തിലാണെങ്കിലും, ഈശോപനിഷത്ത് മന്ത്രം പറയുന്നു, ഭഗവാൻ വിദൂരത്തിലാണ് എങ്കിലും അടുത്തുമാണ്, സമീപസ്ഥനുമാണ് എന്ന് പറയുന്നത്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ ഈശാവാസ്യമിദം ജഗത് സർവം. ഇങ്ങനെ ഈ മന്ത്രം പോകുന്നു. അതില് വ്യക്തമായിട്ട് എടുത്തു പറയുന്നു, ഭഗവാൻ വിദൂരസ്ഥനാണ്. ഭഗവാന്റെ ധാമത്തിലാണെങ്കിലും ഭഗവാൻ സമീപസ്ഥനുമാണ്, പരമാത്മാവിന്റെ രൂപത്തില്, ഈ പ്രപഞ്ചത്തിന്റെ രൂപത്തില്. അതുകൊണ്ട് ഉടനെ നമ്മൾ പ്രപഞ്ചത്തിനെ പൂജിക്കണം എന്നല്ല പറയുന്നത്. ആ പ്രപഞ്ച സ്രഷ്ടാവായ, പ്രപഞ്ചത്തിന്റെ ബിഹൈൻഡിലിരിക്കുന്ന ഭഗവാനെ നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയാണോ ഒരു വൃക്ഷത്തിൽ നിന്ന് ഇലകളും കായ്കളും പൂക്കളും എല്ലാം വരുന്നുണ്ട് എങ്കിലും അത് വൃക്ഷത്തിന്റെ ഭാഗമാണ് എങ്കിലും, അതിനെ എല്ലാം ചേർന്ന് വൃക്ഷമെന്ന് പറയുന്നുവെങ്കിലും വൃക്ഷത്തിനാണ് പ്രാധാന്യം, ഇലയ്ക്ക് രണ്ടാമതാണ് പ്രാധാന്യം, അല്ലെ? അതേമാതിരി ഇവിടെ പറയുന്നു, ഈ വിശ്വപ്രപഞ്ചം സ്വയം പരമദിവ്യോത്തമ പുരുഷ ഭഗവാനാണ്. എന്നിരുന്നാലും അദ്ദേഹം അതിൽ നിന്നും സ്വതന്ത്രനായി നിലനിൽക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരിതാണ്, അല്ലെ? ഭഗവാൻ ഇവേ തരോ യഥോ, ഇങ്ങനെയൊക്കെയാണ് ഭഗവാൻ ഉണ്ടാക്കിയതാണ് എല്ലാം. ഇപ്പൊ ഭഗവത്ഗീതയില് 10ാം അധ്യായത്തില് ഒരു ശ്ലോകം ഭഗവാൻ ഇവിടെ എടുത്തു പറയുന്നു, അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതെ ഇതി മത്വാ ഭജന്തെ മാം ബുധാ ഭാവ സമന്വിത. ഭൗതിക ആധ്യാത്മിക ലോകങ്ങളുടെ ഉറവിടം ഞാനാണ്, അല്ലെ? ഇത് ഭൗതിക ലോകം. അതേമാതിരി ആധ്യാത്മിക ലോകം, ഇതിന്റെ എല്ലാം ഉറവിടം ഞാനാണ്. അഹം സർവസ്യ പ്രഭവോ. പ്രഭവം എന്ന് പറഞ്ഞാൽ എന്താ? ഉത്ഭവം, പ്രഭവിക്കുന്നു. ഉത്ഭവം ഞാനാണ്. ഇതിമത്വ ഭജന്തെ മാം. ഭൗതിക ആധ്യാത്മിക ലോകങ്ങളുടെ ഉറവിടം ഞാനാണ്. എല്ലാം എന്നിൽ, സർവം പ്രവർത്തത, എല്ലാം എന്നിൽ നിന്നാണ് ഉണ്ടായത്. ഇത് പൂർണ്ണമായി അറിയുന്ന ബുദ്ധിമാന്മാർ എന്റെ സേവനത്തിൽ ഏർപ്പെടുകയും എന്നെ ഉള്ളഴിഞ്ഞ് ആരാധിക്കുകയും ചെയ്യുന്നു എന്നാ പറയുന്നത്. നാരായണോപനിഷത്തിലും ഇതിനെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. നാരായണാത് ബ്രഹ്മ ജായതേ, നാരായണാത് പ്രജാപതി പ്രജായതേ, നാരായണാത് ഇന്ദ്രോ ജായതേ, നാരായണാത് അഷ്ടൗ വസൗ ജായതേ ജായന്തെ, നാരായണാത് ഏകാദശ രുദ്രോ ജായന്തെ,
നാരായണ ദ്വാദശാദിത്യ. അല്ലെ, നാരായണനിൽ നിന്ന് ബ്രഹ്മാവ് ജനിച്ചു, നാരായണനിൽ നിന്ന് പ്രജാപതികളും ജനിച്ചു, നാരായണനിൽ നിന്ന് ഇന്ദ്രൻ ജനിച്ചു, നാരായണനിൽ നിന്ന് 8 വസുക്കൾ ജനിച്ചു, നാരായണനിൽ നിന്ന് 11 രുദ്രന്മാർ ജനിച്ചു. നാരായണാദേകാദശോ രുദ്രാജായതേ. 12 ദ്വാദശ ആദിത്യന്മാർ ജനിച്ചു എന്ന് നാരായണോപനിഷത്തിൽ പറയുന്നു. അപ്പൊ ഏതൊരു രീതിയിൽ നോക്കിയാലും ഭൗതിക ആധ്യാത്മിക ലോകങ്ങളുടെ സർവസ്യ ഭൗതിക ആധ്യാത്മിക ലോകങ്ങളുടെ ഉറവിടവും പിന്നെയോ രുദ്രന്റെയും ബ്രഹ്മാവിന്റെയും ഒക്കെ ഉറവിടവും ഭഗവാൻ തന്നെയാണ്. അപ്പോൾ നമ്മള് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഏതാണ് വിശ്വരൂപത്തില്. നിങ്ങൾ എത്ര പേര് വിശ്വരൂപം കണ്ടിട്ടുണ്ട്? വിശ്വരൂപ ദർശനം അർജുനന് കാണിച്ചു കൊടുത്തപ്പോൾ കണ്ട കാര്യമല്ല ഞാൻ പറയുന്നത്, ചിത്രം കണ്ടിട്ടുണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ ബ്രഹ്മാവിന്റെ തല കാണാം, പിന്നെയോ മഹാദേവന്റെ സർവ ചീഫായിട്ടുള്ള ദേവന്മാരുടെ എല്ലാ തലകളും കാണാൻ സാധിക്കും. വിഷ്ണു ഭഗവാന്റെ ലെഫ്റ്റും റൈറ്റും സൈഡിൽ നോക്കിയാൽ മതി. ഇതെല്ലാം തന്നെ ഭഗവാനിൽ നിന്ന് പ്രഭവിക്കുന്നതാണ്. ഇതിന്റെ എല്ലാം മൂലസ്ഥാനം ഭഗവാനാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഇതം ഹി വിശ്വം ഭഗവാൻ ഇവേ തരോ. ഈ വിശ്വപ്രപഞ്ചം സ്വയം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനാണ്. എന്നിരുന്നാലും ഇവേ തരോയതോ, ഇതിൽ നിന്നും അദ്ദേഹം സ്വതന്ത്രനാണ് എന്നാ പറയുന്നത്. ഇതാണ് ആത്മാവിന്റെ കഴിവുകേടും ഈശ്വരന്റെ കഴിവ് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലെ, നമ്മളൊന്നും ആത്മാക്കളൊന്നും ഈശ്വരനല്ല, ഈശ്വരന്റെ അംശം മാത്രമാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു ശ്ലോകമാണിത്. അല്ലെ, ഭഗവാൻ സൃഷ്ടിച്ചു എങ്കിലും ഭഗവാൻ ഇതിൽ നിന്നും സ്വതന്ത്രനാണ്. ഇതുമായിട്ട് കെട്ടുബന്ധങ്ങൾ ഉണ്ടാവുന്നില്ല, ഇതുമായിട്ട് ഒട്ടിപ്പോകുന്നില്ല. നമ്മൾ എങ്ങനെയാണോ, നമ്മൾ എന്തെങ്കിലും സൃഷ്ടി ചെയ്തു എന്ന് കരുതട്ടെ, അല്ലെ, ഉടനെ നമ്മൾ എന്ത് ചെയ്യും? ഉടനെ പോയി പേറ്റന്റ് എടുക്കും. അല്ലെ, എന്തിനു വേണ്ടിയാ? ഐ ആം ക്രിയേറ്റഡ് ദിസ്, വേറെ ആരും ഉപയോഗിക്കാൻ പാടില്ല. അല്ലെ, ഇപ്പൊ നമ്മളൊരു വീട് ഉണ്ടാക്കണമെന്ന് വെച്ചോ, ആ വീട് ഉണ്ടാക്കി ആദ്യമേ പറയും ഞാൻ ഉണ്ടാക്കുന്നു, എന്റെ പ്ലാന്, ഞാൻ വീട് ഉണ്ടാക്കി ഇത് എന്റെ വീടാണ്. എല്ലാ വീട് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം എല്ലാരെയും വിളിക്കും. എന്തിനാണ്? എന്റെ വീടാണെന്ന് പറയാൻ. അല്ലെ, ഇതെല്ലാം എന്റേതാണ്, ഞാൻ ഉണ്ടാക്കിയതാണ്. നമ്മൾ അതിനകത്ത് പെട്ടുപോകും, ആ വീട്ടിൽ തന്നെ താമസിക്കും. പിന്നെ എന്റെ എന്ന് പറഞ്ഞ് ഒരു ദിവസം മരിക്കുകയും ആ വീട്ടിൽ തന്നെ അതിന്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഒരു നായയായിട്ട് ജനിക്കുകയും അത് എന്റെ വീടാണ്, അതുകൊണ്ട് ആ വീട്ടിനെ ചുറ്റിപ്പറ്റി തന്നെ നിൽക്കും. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ബൗ എന്റെ വീട്ടിൽ കയറി പോകരുത്. ആർക്കും അറിയില്ല സംഭവം. അല്ലെ, ഈ എന്റെ അതുമായിട്ട് എന്താ പറയാ ബന്ധപ്പെട്ടു പോയി. ആത്മാക്കൾ അങ്ങനെയാണ്. ഒരു പെട്രോൾ കണ്ടുപിടിച്ചാലും എന്ത് കണ്ടുപിടിച്ചാലും അതിൽ അവരുടെ പേരിടും, അതിന്റെ പേറ്റന്റ് വാങ്ങി എല്ലാം ചെയ്യും. എന്നാൽ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനും കൊടുക്കില്ല. എന്നാലോ ഭഗവാൻ എന്തൊക്കെ ഉണ്ടാക്കുന്നു അതിലൊന്നിലും മെയ്ഡ് ഇൻ കൃഷ്ണ എന്ന് പറഞ്ഞിട്ടില്ല. അത് എന്റേതാണ്, നീ ഉപയോഗിക്കരുത് എന്നും പറഞ്ഞിട്ടില്ല. ഇനി ചില വങ്കന്മാര് സ്വയം ഈശ്വരനാണെന്ന് പറയുന്നു, അപ്പോഴും ഭഗവാൻ മിണ്ടാതിരിക്കുകയാണ്. അല്ലെ, ഇപ്പൊ എങ്ങാനും നമ്മൾ ഈശ്വരനായാൽ നമ്മൾ ഒരു ഈശ്വരനാണെന്ന് വിചാരിക്കുക, ഉടനെ തന്നെ അപ്പുറത്ത് ഇനി ഒരു ഈശ്വരൻ വന്നു, ഞാനല്ല ഈശ്വരൻ, അതാ അദ്ദേഹമാണ് ഈശ്വരൻ എന്ന് അയാൾ പ്രഖ്യാപിക്കുകയാണെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കുവോ? ഒന്ന് ആലോചിച്ചു. ആ നിമിഷം നമ്മൾ എന്തെങ്കിലും ചെയ്ത് അവനെ ശരിയാക്കും. അല്ലെ, എന്നാൽ സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ ഈശ്വരനാക്കപ്പെട്ടവനല്ല, ഈശ്വരൻ തന്നെയാണ്. എങ്കിലും മന്ദബുദ്ധികൾ സ്വയം ഈശ്വരനാണെന്ന് ചമഞ്ഞ് പെരുമനടിക്കുമ്പോഴും ഭഗവാൻ ചിരിച്ചുകൊണ്ടേയിരിക്കും. അല്ലെ, എന്താ കാര്യം? ഭഗവാനെ ഹനിക്കുന്നതിന് വേണ്ടി പൗണ്ഡ്രകനും ഇതേമാതിരി വന്നു. അല്ലെ, പൗണ്ഡ്രകൻ എന്തു ചെയ്തു? 2 കൈ എക്സ്ട്രാ വെച്ചു, യന്ത്രക്കൈ. പിന്നെ അതിലൊരു മോട്ടോറൊക്കെ ഘടിപ്പിച്ചിട്ട് ചക്രം, ലോഹ ചക്രം കറക്കിക്കൊണ്ടേയിരുന്നു. നീല ചായത്തിൽ മുങ്ങി നീലയാക്കി. അതിനുശേഷം ഭഗവാന് ദ്വാരകയിൽ ഒരു ലെറ്റർ വിട്ടു.
എടാ കൃഷ്ണ, നീ അല്ല റിയൽ വാസുദേവൻ, ഞാനാണ് വാസുദേവൻ, അല്ലെ? എന്റെ ചിഹ്നങ്ങളായ ഓടക്കുഴലും മയിൽപീലിയും ഇതൊന്നും നീ ഇനി വക്കാൻ പാടില്ല. ഇനി വയ്ക്കുകയാണെങ്കിൽ യുദ്ധത്തിന് ഒരുങ്ങിക്കോ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. കൃഷ്ണൻ ഇത് വായിച്ചിട്ട്, എന്തിന് നീ ഇങ്ങോട്ട് വരും, ഞാൻ അങ്ങോട്ട് തന്നെ വരാമെന്ന് പറഞ്ഞ് എല്ലാവരുമായിട്ട് പോയി യുദ്ധത്തിന്. അങ്ങനെ യുദ്ധക്കളത്തിൽ വെച്ച് ഈ പൗണ്ഡ്രനെ കണ്ടപ്പോ ഭഗവാൻ തന്നെ ചിരിച്ചു. ഭഗവാൻ നോക്കിയപ്പോ എന്താ അവൻ ചെയ്തിരിക്കണേ? ദേഹത്ത് മുഴുവൻ നീല ഛായ പഠിച്ചു, അല്ലെ? ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പല അവതാരങ്ങൾ, മനുഷ്യ അവതാരങ്ങളൊക്കെ ഇതേമാതിരി ഓടക്കുഴലും എന്താ പറയാ, ഓടക്കുഴലും പറഞ്ഞൊരു PP ഒക്കെ വെച്ച്, പിന്നെ മയിൽപീലിയൊക്കെ വെച്ച് കൃഷ്ണൻ രൂപത്തിൽ നിർത്തിയിട്ടുണ്ട്, കളറൊക്കെ അടിച്ച്, അല്ലെ? നീല കളർ, നീല നിറമൊക്കെ അടിച്ചു. അപ്പൊ അതേമാതിരി ഭഗവാൻ ദൂരെ നിന്നേ വാസുദേവനെ കണ്ടു. ആരെ? ഈ പൗണ്ഡ്രകനെ കണ്ടു. പേരുവിട്ടു വാസുദേവൻ, അല്ലെ? നോക്കിയപ്പോ മയിൽപീലിയൊക്കെ വെച്ചിട്ടുണ്ട് തന്നെ പോലെ, ഒരു ഓടക്കുഴലുണ്ട്. പിന്നെ പുറകില് വ്യക്തമായിട്ട് നോക്കിയപ്പോഴേ 2 യന്ത്ര കൈയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ആടുകയും ചെയ്യുന്നുണ്ട്. ഗദ, വാടിയ ഒരു താമര എല്ലാം കയ്യിലുണ്ട്. നരസീരുഹമല്ല. ദേഹം മൊത്തം നോക്കിയപ്പോഴോ നല്ല നീലഛായം. ഭഗവാൻ കണ്ടിട്ട് ചിരിച്ചു. എന്റെ രൂപം എവനെങ്കിലും മനസ്സിലായല്ലോ, അല്ലെ? എന്ന് പറഞ്ഞ് ഈ പൗണ്ഡ്രകനെ ഭഗവാൻ വധിച്ചു. അപ്പൊ അധ്യായത്തിന്റെ പേര് പൗണ്ഡ്രക വധം എന്നല്ല, പിന്നെയോ പൗണ്ഡ്രക മോക്ഷം എന്നാണ്. ഭഗവാനെ പോലെ വേഷം കെട്ടിയപ്പോ പോലും ഒരു ശത്രുപക്ഷത്തിൽ ഇരുന്ന് പോലും മോക്ഷം കിട്ടിയെന്നാണ്. അതിനർത്ഥം എല്ലാവരും അതേമാതിരി പോകണമെന്നല്ല, അനുകൂലമായ ഭക്തിയിൽ കൂടി ഭഗവാനെ നമ്മൾ കാണണം എന്നാണ്. അപ്പൊ സർവ്വതിന്റെയും സ്ഥാനം ഭഗവാനാണ്. എങ്കിലും നമ്മളെ മാതിരി ഭഗവാൻ ഒന്നും ഒട്ടിപ്പോകുന്നില്ല. നമുക്കൊരു കുഞ്ഞുണ്ടായെന്ന് വിചാരിക്കട്ടെ, നമുക്ക് എന്ത് ആസക്തിയായിരിക്കും അതിന്, അല്ലെ? നശിച്ചു പോയാൽ. എന്നാൽ ഭഗവാൻ ഉണ്ടാക്കുന്ന, അതാണ് ഇവിടെ പറയുന്നത്, യഥോ ജഗസ്ഥാനം നിരോധ സംഭവ. ഈ വിശ്വപ്രപഞ്ചം ഉത്ഭവിച്ചതും അദ്ദേഹത്തിൽ നിന്ന് മാത്രമാണ്. നേരത്തെ പറഞ്ഞ മാതിരി നമ്മളിൽ നിന്നൊരു കുഞ്ഞുണ്ടാവട്ടെ, സ്വന്തം ചോര. അത് കഴിഞ്ഞ് അടുത്തത് എന്താ ഇവിടെ പറയുന്നത്? ജഗസ്ഥാന നിരോധ സംഭവ. കുറച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിൽ തന്നെയാണ് ഇത് നിലകൊള്ളുന്നതും സർവ്വതിന്റെയും അന്ത്യവും അദ്ദേഹത്തിലാണ് വിലയം പ്രാപിക്കുന്നത്. ഒടുവിൽ എന്ത് ചെയ്തു? എന്താണോ സൃഷ്ടി ഉണ്ടായത് അതെല്ലാം സംഹാര അവസ്ഥയിലേക്ക് വരികയാണ്. എന്നാൽ നമ്മളിൽ നിന്നുണ്ടായ നമ്മളെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിഷമം ഉണ്ടാവില്ലേ? തീർച്ചയായും ഉണ്ടാവും. എന്താ കാര്യം? അതിൽ നമ്മള് ബദ്ധനായി, സ്വതന്ത്രനല്ല. എന്നാൽ ഭഗവാൻ അങ്ങനെയല്ല. സർവ്വതിന് നാശം സംഭവിക്കുമ്പോഴും ഭഗവാന് കണ്ണീരൊന്നും ഉണ്ടാവില്ല. നശിച്ചു പോയി എന്നും പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഹി ഈസ് അൺഎഫക്റ്റഡ് ബൈ മാറ്റർ. ഈ വ്യവഹാരവുമായിട്ട് അൺഎഫക്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. എങ്ങനെയാണോ ഈ ജലത്തില് താമര ഇരിക്കുന്നത് മാതിരി, അല്ലെ? ജലവും ചെളിയും ഉണ്ട് എങ്കിലും താമര ആ ജലത്തിന്റെയും ചെളിയുടെയും ദോഷമില്ലാതെ സ്ഥിതി ചെയ്യുന്നത് മാതിരി ഭഗവാനിൽ നിന്ന് എല്ലാം വന്നുവെങ്കിലും, ഭഗവാൻ സൃഷ്ടിച്ചുവെങ്കിലും, ഭഗവാനിൽ നിലകൊള്ളുന്നുവെങ്കിലും, ഭഗവാൻ താമരയെ പോലെ പരിശുദ്ധമായി ഒരു തരത്തിലുള്ള അഴുക്ക് പോലും ഇല്ലാതെ സർവസ്വതന്ത്രനായി നിലകൊള്ളുന്നു എന്നാ പറയുന്നത്. പിന്നെ എന്ത് പറയുന്നു? സർവ്വതിന്റെയും അന്ത്യം അദ്ദേഹത്തിൽ നിന്നാണ് വിലയം പ്രാപിക്കുന്നത്. അതെല്ലാം പറഞ്ഞതിന് ശേഷം പറഞ്ഞു, ഭവാം സ്തഥാപിതേ പ്രാദേശമാത്രം ഭവത പ്രദർശിതം. ശ്രേഷ്ഠനായ അങ്ങേക്ക് ഇവയെക്കുറിച്ചെല്ലാം അറിവുള്ളതാണല്ലോ, ഞാനൊരു സംഗ്രഹം മാത്രമേ നൽകിയെന്നുള്ളൂ. ഇത്രയും പറഞ്ഞ് ഈ ശ്ലോകം നിർത്തുകയാണ്. എന്ന് പറഞ്ഞാൽ ഭഗവാന് ഈ ശ്ലോകത്തിൽ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു. അതിനർത്ഥം വ്യാസദേവൻ ഇപ്പൊ എടുത്തു പറയുന്നത് എന്താണ്? ഭവാം സ്തഥാപിതേ, അങ്ങേക്ക് ഇതെല്ലാം അറിവുള്ളതാണല്ലോ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? വ്യാസദേവന് ഇതെല്ലാം ഭഗവാന്റെ ഈ അസ്തിത്വം ഇത് നേരത്തെ തന്നെ അറിയാം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് തന്നെയാണ് ഇവിടെ വ്യാസദേവനെ കുറിച്ച് നാരദനും പറഞ്ഞു. അങ്ങേക്ക് ഇതെല്ലാം അറിയാമല്ലോ, ഞാൻ ഇതെല്ലാം സംഗ്രഹിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ സംഗ്രഹിച്ച ഒരു സിപ്പ് ഫയല് ഓപ്പൺ ചെയ്ത് നന്നായിട്ട് ഭാഗവതം പറയാ, അല്ലെ? ഈ സിപ്പ് ഫയലുണ്ട്. സിപ്പ് ഫയല്
ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ഫയൽ കാണും. ഇവിടെ വ്യാസദേവന് നാരദ ഋഷി ഒരു സിപ്പ് ഫയൽ കൊടുക്കുക. ഞാൻ ഒരു സിപ്പ് ഫയൽ തന്നേ ഉള്ളൂ എന്ന് പറയാണ്. സംഗ്രഹിച്ചു, സിനോപ്സിസ് തന്നേ ഉള്ളൂ. എന്നാൽ അതിനകത്ത് നീ ക്ലിക്ക് ചെയ്ത് അതെല്ലാം എഴുതണം. എങ്ങനെയാണ് ഈ വിശ്വപ്രപഞ്ചം ഉണ്ടായത്? ഭഗവാനിൽ നിന്ന്, അല്ലെ? അതാണ് ഭൂഗോള വർണ്ണന, ബ്രഹ്മാണ്ട സൃഷ്ടി. അതെല്ലാം ഭഗവാൻ എങ്ങനെ ഇതിൽ നിന്ന് സ്വതന്ത്രനായി, അത് ഭാഗവതത്തിലുണ്ട്. ഈ വിശ്വപ്രപഞ്ചം ഉത്ഭവിച്ചതും അദ്ദേഹത്തിൽ നിന്നാണ്. അദ്ദേഹം തന്നെയാണ് നിലകൊള്ളുന്നതും. അതേമാതിരി സർവ്വതിനുവിന്റെ അന്ത്യവും അത്. ഇതെല്ലാം വിസ്തരിച്ച് പറയണമെന്ന ഒരു സിപ്പ് ഫയൽ കൊടുത്തിരിക്കാം. അപ്പൊ നാരദൻ ഒരു ഗ്ലിംസ് കൊടുത്തു എല്ലാത്തിനെ കുറിച്ചും. എന്നിട്ട് അതിനെ എലാബറേറ്റ് ചെയ്യാൻ പറയാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഒരു കാര്യം, ഒരു ഡിവോട്ടി അല്ലെങ്കിൽ ഒരു ഭക്തന്, ഒരു പണ്ഡിതനായ ഭക്തന് എല്ലാം അറിയാമെങ്കിലും അതിനെ വിശദീകരിക്കുവാനും അതിനകത്തുള്ള കുരുക്കുകൾ അഴിച്ച് പ്രദർശിപ്പിക്കുവാനും തനിക്ക് മേലെയുള്ള ഗുരുവോ അല്ലെങ്കിൽ ഒരു സീനിയർ ഭക്തനെ എപ്പോഴും നമ്മൾ കണക്ട് ചെയ്യണം. നമ്മളെ കൊണ്ട് മാത്രം കൂടാവുന്നതല്ല ഇത്. ഇവിടെ വ്യാസദേവൻ നാരദ ഋഷിയുടെ, അപ്പോൾ വ്യാസദേവൻ എല്ലാം അറിയാം എന്ന് നാരദ ഋഷിയും എടുത്തു പറയാണ്. സർവ്വതും അറിയാം, എങ്കിലും നാരദ ഋഷി കുരുക്കഴിച്ചു കൊടുത്ത് അത് എഴുതുവാൻ പറയാം. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു ഭക്തനാണ്, നമുക്ക് എല്ലാം അറിയാമെങ്കിലും ഓൾവേസ് നമുക്ക് നമ്മുടെ മേലെയുള്ള ഒരു പരിശുദ്ധ ഭക്തൻ, അത് ഗുരു ആവട്ടെ, സീനിയർ ആയിട്ടുള്ള വിഷ്ണു ഭക്തനാവട്ടെ, അവരുടെ ഒരു സംഘവും അവരുടെ ഒരു അഡ്വൈസും നമ്മൾ എപ്പോഴും സീക്ക് ചെയ്യണം. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യത്തിന്. എങ്ങനെയുള്ള കാര്യത്തിന്? വ്യാസദേവൻ എഴുതുന്ന കർമ്മം എന്താണ്? ജനങ്ങൾക്ക് വേണ്ടി, സാധാരണ ജനങ്ങളെ അവരെ അതിൽ നിന്നും മുക്തിയാക്കി ഭഗവാനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഒറ്റയ്ക്ക് കൂടിയാ കൂടുന്നതല്ല ഈ ഒരു സംഭവം. എനിക്കെല്ലാം അറിയാം, ഞാനെല്ലാം ആയി, ഞാൻ ഭഗവത്ഗീത പഠിച്ചു, ഞാൻ ഭാഗവതം പഠിച്ചു, ഇനി എന്നാ പിന്നെ ആരും വേണ്ട എന്ന് പറയുന്നത് വലിയ മണ്ടത്തരമാണ്. എന്താ കാര്യം? ഇതിലെ പല കാര്യങ്ങളും, ഇതിലെ ഭാവാർത്ഥങ്ങള് നമുക്ക് മാത്രം അറിയാൻ പറ്റില്ല. ഇതിൽ എന്താ കാര്യം എന്ന് വെച്ചാൽ, എന്തിനാ അങ്ങനെ സീക്കണമെന്ന് വെച്ചാൽ, ഭഗവാൻ ഭാഗവതം എടുത്തിട്ട് അതിൽ പകുതി ഗ്രന്ഥമാക്കി മാറ്റുകയും അതിന്റെ പകുതി പരിശുദ്ധ ഭക്തന്മാരുടെ ഹൃദയത്തിലും പ്രതിഷ്ഠിക്കും എന്നാണ്. അതുകൊണ്ടാണ് ഓരോ ഭക്തന്മാരിൽ നിന്നും നമ്മൾ ഭാഗവതം കേൾക്കുമ്പോൾ വളരെ വെറൈറ്റി ആയിരിക്കും, കൂടുതൽ ഇൻഫർമേഷൻസ് ഒക്കെ വരും. ഒരു ഇൻഫർമേഷൻ അല്ല വരുന്നത് പലപ്പോഴും. കാരണം എന്താ? ആ ഹൃദയത്തിൽ ആവിഷ്കരിച്ചു എന്നാണ്. ഇപ്പൊ സ്കന്ദപുരാണത്തില് ഇതിനെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. വിഷ്ണു ഭഗവാൻ ശ്രീമദ് ഭാഗവതം 1 മാസം വായിച്ചു. അപ്പോ ലക്ഷ്മി ദേവി കേട്ടു. അതിനുശേഷം പിന്നെ ലക്ഷ്മി ദേവി പരിശുദ്ധ ഭക്തി ആയതുകൊണ്ട് 1 മാസം ലക്ഷ്മി ദേവിയുടെ ഹൃദയത്തിൽ ഭാഗവതം ആവിഷ്കരിച്ചു എന്നാ പറയുന്നത്. പക്ഷെ ബ്രഹ്മാവിന് 7 ദിവസമാണ്, മഹാദേവന് 1 വർഷമാണ് ഭാഗവതം പഠിച്ചത്. ബ്രഹ്മദേവന് 7 ദിവസം. അതാണ് നമ്മൾ സപ്താഹമായിട്ട് മാറ്റിയത്, 7 ദിവസം. അപ്പോ ഭക്തന്മാരുടെ ഹൃദയത്തില് അത് എപ്പോഴും എന്താ പറയാ, അത് ഭാഗവതം ആവിഷ്കരിക്കും എന്നാ പറയുന്നത്. എന്നാൽ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ചതുശ്ലോകി ഭാഗവതം. ഭാഗവതം ചതുശ്ലോകമായിരുന്നു. ഭഗവാൻ കൃഷ്ണൻ ആദ്യം ബ്രഹ്മാവിന് ഉപദേശിച്ചപ്പോ അത് കഴിഞ്ഞ് നാരദ ഋഷിക്ക് കിട്ടി, അല്ലെ? നാരദൻ പിന്നെ അത് വ്യാസന് കൊടുത്തു. വ്യാസദേവൻ അത് വയ്യാസകി തന്റെ പുത്രനായ ശുഗമുനിക്ക് കൊടുത്തു. ആ ശുഗമുനി പരീക്ഷത്തിനും സൂതമുനിക്കും കൊടുത്തു. ആ സൂതമുനി നൈമിഷാരണ്യത്തിൽ പറഞ്ഞപ്പോ അത് 18,000 ശ്ലോകമായിട്ട് മാറി. എവിടെ നിന്ന് എവിടെ? 4-ൽ നിന്ന് 18 18,000 ഇനി അന്താരാഷ്ട്ര കൃഷ്ണാബോധ സമിതിയുടെ സ്ഥാപകാചാര്യനായ
ശ്രീല പ്രഭുപാദർ പരമഭക്തനായ അദ്ദേഹം ഈ 18,000 ശ്ലോകത്തിനും വിവർത്തനവും അതിന്റെ ഭാവാർത്ഥവും എഴുതിയെന്നാണ്. ശ്ലോകം ഇനി ചമയ്ക്കാൻ പറ്റില്ല, അതോടുകൂടി തീർന്നു. പക്ഷെ അതിന് ഭാവാർത്ഥം ചമയ്ക്കപ്പെട്ടിരിക്കുന്നു. ഓരോ ശ്ലോകത്തിനും അർത്ഥവും അതിന്റെ ഭാവാർത്ഥവും. അപ്പൊ എത്രയായി ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ഇതിന്റെ കുരുക്ക് അഴിക്കുന്നത് ഇങ്ങനെയുള്ള ആചാര്യനും ഭക്തനും ഒക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആവിഷ്കരണം. പകുതി ഭാഗവതം ഗ്രന്ഥമായിട്ട് വന്നു, ഇനി പകുതി എന്ന് പറഞ്ഞാൽ ആ ഭാഗവതത്തിന്റെ ആശയം അത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തന്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു ഭഗവാൻ. അതിനൊരു ഉത്തമ ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഥ ഞാൻ പറഞ്ഞു തരാം. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു, ദ്വാപര യുഗത്തില് പഞ്ചപാണ്ഡവരുടെ കാര്യത്തില് ആ ഒരു കഥയാണ്. അർജുനന് പാശുപതാസ്ത്രം കിട്ടി. പാശുപതാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മാസ്ത്രത്തിനെക്കാളും അതിഭയാനകവും ഭയങ്കരവുമാണ്. അപ്പൊ അദ്ദേഹം ഈ പാശുപതാസ്ത്രം ഒന്ന് തൊടുക്കാൻ ശ്രമിച്ചപ്പോ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ്. അല്ല എങ്കിൽ ഇനി അടുത്ത യുദ്ധത്തില്, നാളത്തെ യുദ്ധത്തിൽ ഇത് എടുത്തേ പറ്റൂ എന്ന് കരുതി അതിന്റെ മന്ത്രത്തിന്റെ ഉരുക്കൊക്കെ അഴിക്കാൻ തുടങ്ങിയ സമയത്ത്, അപ്പൊ കൂടെ പാണ്ഡവരൊക്കെ ഉണ്ട് കേട്ടോ. ഈ സമയത്ത് കൃഷ്ണൻ വന്ന് പറഞ്ഞു, വെറുതെ പാശുപതാസ്ത്രം ആവശ്യമില്ലാതെ ഉപയോഗിക്കണ്ട. അതിന്റെ ആവശ്യം എനിക്ക് തോന്നുന്നില്ല, ഈ ഭാരത യുദ്ധത്തില് ഇതിന്റെ ആവശ്യം കാണില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആവശ്യമില്ലാതെ ഇത് ഉപയോഗിക്കണ്ട എന്ന് പറഞ്ഞു. ചിലപ്പോ തിരിച്ച് പ്രശ്നമുണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉപയോഗിച്ചാൽ. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോ പാണ്ഡവരെല്ലാം കൂടെ നിന്ന് ഒന്നിച്ചു ചോദിച്ചു, ഇതെന്താ കാര്യം അങ്ങനെ? ഉടനെ തന്നെ പാശുപതാസ്ത്രവും സെമന്തകമണിയും വലിയ പ്രശ്നമുള്ള സാധനമാണ് അല്ലെ. അപ്പൊ അത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അത് പണിയാണ്. അപ്പൊ സെമന്തകമണിയുടെ കഥ പറഞ്ഞു. സെമന്തകമണി പണ്ട് സൃഷ്ടിയിലെ സെമന്തകമണി ഉണ്ട്. പിന്നെ നമ്മളെ ഭാഗവത്തിൽ പഠിച്ചു, ആ സെമന്തകമണി സത്രാജിത്തിന് കിട്ടി, സൂര്യൻ കൊടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതിനെ സംബന്ധിച്ച ഒരു കഥയില് സെമന്തകമണി സൃഷ്ടിയിലെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ സൃഷ്ടിയിലെ ഈ സെമന്തകമണി ഇത് എവിടെ ശരിയായ രീതിയിൽ ഇത് ഉപയോഗിക്കണമല്ലോ എന്നുള്ള രീതിയിൽ അത് ഭഗവാൻ കുബേരനെ ഏൽപ്പിച്ചു. കുബേരൻ എന്ന് പറഞ്ഞാൽ ദേവലോകത്തിലെ ട്രഷറി തലവനാണ്. അപ്പൊ കുബേരൻ എന്ത് ചെയ്തു, ആ സെമന്തകമണി എടുത്തു വച്ചു. അതില് 16 ഭാരം, 16 തൊട്ട് 36 ഭാരം സ്വർണ്ണം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. സെമന്തകമണി അല്ലെ, എത്ര പേർക്ക് വേണം ആ മണി? അങ്ങനെ ഒരു മണി കിട്ടിയാൽ എത്ര പേര് സ്വീകരിക്കും? നമുക്ക് താല്പര്യമില്ല അല്ലേ. അതിന്റെ പ്രശ്നം പറഞ്ഞു വരുമ്പം വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പോ ഈ സെമന്തകമണി ഇരിക്കുന്നവർക്കെല്ലാം പണി കിട്ടുമെന്നാണ്. അങ്ങനെ എന്ത് ചെയ്തു, ഈ സെമന്തകമണി ഇരുന്നിട്ട് അവിടെയുള്ള ഖജനാവ് ഉണ്ടല്ലോ, ആ ഖജനാവില് എന്നും നോക്കുന്ന ഒരുത്തനുണ്ട്. അവൻ അതിന്റെ ഇൻചാർജ് കുബേരന്റെ അണ്ടറിലുള്ള ആളാണ്. ഇയാൾ ഈ സെമന്തകമണി കണ്ടിട്ട് അതിനെ പതുക്കെ അടിച്ചു മാറ്റി എടുത്ത് കിരീടത്തിൽ ചൂടി ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത്, അതേ ദ്വാപരയുഗത്തില് വൃന്ദാവനത്തിലെത്തിയപ്പോ ഭഗവാൻ കൃഷ്ണനും ഗോപികമാരും എല്ലാവരും ബലരാമനുമായിട്ട് ഇരുന്ന് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഗോപികമാരില് ഇവൻ അനുരക്തനായിട്ട് അതില് 2 പേര് ഗോപികമാരെ പിടിച്ചിട്ട് ഓടാൻ തുടങ്ങി. കയ്യിൽ അതിശക്തനാണ് അല്ലെ, ദേവന്റെ ശരീരമാണ് അവർക്കെല്ലാം. ദേവന് താഴെയാണ് എങ്കിലും അതിശക്തനായതുകൊണ്ട് ഈ ഗോപികമാരെ പിടിച്ച് 2 കയ്യിലും വച്ചിട്ട് ഇറുക്കി പിടിച്ച് ഓടാൻ തുടങ്ങി. അപ്പൊ ഈ രത്നം തലയിലുണ്ട് കേട്ടോ, രത്നം പണി ചെയ്തു തുടങ്ങിയെന്നാണ്. ഈ ഭൗതിക ലോകത്തിലെത്തിയ, പ്രത്യേകിച്ച് ഭൂമിയിൽ ടച്ച് ചെയ്ത വലിയ കഷ്ടമാണ് ആ രത്നവും പിടിച്ചുകൊണ്ട്. ഈ സമയത്ത് ബലരാമനും കൃഷ്ണനും കൂടെ രക്ഷിക്കാൻ വേണ്ടി ഓടി. അപ്പൊ ഈ കഥ കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുകയാണ് പാണ്ഡവർക്ക്. അങ്ങനെ ഓടി ഓടി അവനെ പിടിച്ചു. ഗോപികമാരെ വിടുവിപ്പിച്ചിട്ട് അവനെ ഇടിച്ചു കൊന്നു.
ആരെയാ? ഈ ഒരു കുബേരന്റെ ഖജനാവിലെ സൂക്ഷിപ്പുകാരന്. അതിനുശേഷം അവന്റെ രത്നം ബലരാമൻ കവർന്നെടുത്തു. അവനെ ഇടിച്ചു കൊല്ലുകയും ചെയ്തു. അപ്പൊ കൃഷ്ണൻ ആ രത്നത്തിനെ നോക്കി മിണ്ടാതിരുന്നു. അപ്പൊ ബലരാമൻ പറഞ്ഞു, കൃഷ്ണ, ഇത് നന്നായിരിക്കണല്ലോ അല്ലെ, ഇത് നമുക്കിത് ആർക്കെങ്കിലും കൊടുക്കാം എന്ന് പറഞ്ഞ് നേരെ ആ ഒരു രത്നം സ്യമന്തകമണി രാധാറാണിക്ക് കൊടുക്കണ്ടായി. അപ്പൊ രാധാറാണി ഇതൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കിയിട്ട്, ഇതൊക്കെ എനിക്കെന്തിനാ അല്ലെ, ഏറ്റവും വലിയ മണിയല്ലേ അടുത്തിരിക്കണേ, ആരാണ്? കൃഷ്ണൻ. ഭക്താപായ ഭുജംഗാരുഢമണി ത്രൈലോക്യ രക്ഷാമണി ഗോപീലോചന ചാതകാംബുദമണി സൗന്ദര്യ മുദ്രാമണി യകാന്താമണി രുക്മിണി ഘനഗുജ ദ്വന്ദ്വൈകഭൂഷാമണി ശ്രേയോ ദേവശിഖാമണി വിഷതനു ഗോപാല ചൂടാമണി. ആ ഗോപാല ചൂടാമണി അടുത്ത് നിൽക്കുമ്പോ ഈ ഒരു പീക്കിരി കുരുട്ടുകല്ല് എവിടെ അല്ലെ, എനിക്കിത് വേണ്ട അല്ലെ, ഞാൻ ഐശ്വര്യഭാവമല്ല, എന്നാ നീ തന്നെ പിടിച്ചോ എന്നും പറഞ്ഞ് ബലരാമനെ ഏൽപ്പിച്ചു. അപ്പൊ ഇത് എന്ത് ചെയ്യും? നമുക്കും വേണ്ട അല്ലെ, നമുക്കും ഈ മണി വേണ്ട. ആ സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ ഇങ്ങനെ നോക്കുന്ന സമയത്താണ് സൂര്യൻ അവിടെ നിൽക്കുന്നത് കണ്ടത്. ഉടനെ തന്നെ ഈ മണി എടുത്ത് എന്ത് ചെയ്തു? സൂര്യനെ ഏൽപ്പിച്ചു. അങ്ങയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. സൂര്യന് അത് കണ്ടു പോകയായി അല്ലെ, എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ല. അപ്പൊ ഇത് കയ്യിൽ വെച്ചോണ്ടിരുന്ന ഇതേമാതിരി പണി കിട്ടും, അവനൊരു പണി കിട്ടിയ മാതിരി പണി കിട്ടുമല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സൂര്യദേവന്റെ മിത്രമായ സത്രാജിത്ത് ഒരേ തപസ്സും ജപവും തപവും, സൂര്യ രക്ഷിക്കണേ, ഐശ്വര്യം ഉണ്ടാവണേ എന്ന് പറഞ്ഞു. വെരി ഗുഡ് അല്ലെ, ഇങ്ങനെ ഒരുത്തനെ തന്നെ കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. നേരെ വന്നു, മിത്രമേ, യു ആർ മൈ ഫ്രണ്ട് അല്ലെ, നീ എൻ്റെ മിത്രമാണ്, ഫേസ്ബുക്ക് ഫ്രണ്ടാണ് അല്ലെ, എന്ത് ഫ്രണ്ട് വേണമെങ്കിലും ആവാം, ഞാൻ നിനക്കതാ ഒരു ഉപഹാരം തരണമെന്നും പറഞ്ഞ് ആ ഒരു സ്യമന്തകരത്നം സത്രാജിത്തിന് കൊടുത്തു. ഇത് 16 തൊട്ട് 36 ഭാരം സ്വർണം പുറത്തു വരും കേട്ടോ. സത്രാജിത്തിന് വലിയ സന്തോഷമായി. അങ്ങനെ സത്രാജിത്ത് സ്വർണം എടുക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് വലിയ പ്രശ്നമായി അല്ലെ, മറ്റുള്ളവരെല്ലാം അസൂയപ്പെട്ടു. ഒടുവിൽ കൃഷ്ണന്റെ അടുത്ത് കൊണ്ട് കാണിച്ചു. കൃഷ്ണൻ പറഞ്ഞു, ഒരു ദിവസം ഇത് യദുരാജാവിന് കൊടുക്കുമെന്ന് പറഞ്ഞു. കുറച്ച് ദിവസത്തേക്ക് കൊടുത്തില്ല. കൃഷ്ണനെയും നിന്ദിച്ചു. ഈ കയ്യിലിരുന്ന് ഐശ്വര്യം വരുമ്പോ അങ്ങനെയാണല്ലോ, ഐശ്വര്യ മതം. കൃഷ്ണനെ നിന്ദിച്ചു. അതിനുശേഷം വീട്ടിൽ കൊണ്ടുപോയി അമ്പലം വെച്ച് അതിനകത്ത് സത്രാജിത്ത് പൂജിക്കാൻ തുടങ്ങി. സത്രാജിത്തിന്റെ മകളാണ് ആര്? സത്യഭാമ. അപ്പോ ഒരു ദിവസം സത്രാജിത്തിന്റെ അനിയൻ പ്രസേനജിത്ത് ഇത് അടിച്ചു മാറ്റിക്കൊണ്ട് ആ മണിയും കഴുത്തിലിട്ടുകൊണ്ട് നേരെ യുദ്ധത്തിന് വേട്ടയ്ക്ക് പോയി. വേട്ട എത്തിയപ്പോ എന്തായി? അതൊരു സിംഹം മനസ്സിലാക്കി ഇതെന്തോ തിളങ്ങുന്നു. ഉടനെ പ്രസേനജിത്തിന്റെ മാറിടം അടിച്ചു കയറി കൊന്നതിന് ശേഷം ആ ഇതും എടുത്തുകൊണ്ട് ആ ഒരു രത്നവും കടിച്ചു തൂക്കിക്കൊണ്ട് സിംഹം ഇങ്ങനെ നടന്നു തുടങ്ങി. ഇത് അടുത്ത ജാംബവാൻ കണ്ടു. ജാംബവാൻ നോക്കുമ്പോൾ നല്ല തിളങ്ങുന്നുണ്ട്. ഉടനെ ജാംബവാൻ അതിനെ തട്ടി. ആരെയാ? ആ സിംഹത്തിനെ തട്ടിയിട്ട് അതിനെടുത്തു. കൊള്ളാം, ഇത് നല്ല സാധനം, ഭക്തനാണ് അല്ലെ, എങ്കിലും ഇത് നല്ല സാധനം, കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കാം അല്ലെ. അപ്പൊ ഭക്തന്മാര് വളരെ അനാസക്തനാണ് ഈ മണി കിട്ടിയിട്ട്. കാരണം അവർക്ക് നല്ലൊരു മണി ഉണ്ട്. എന്ത് മണിയാണ്? ഗോപാല ചൂടാമണി. അതുകൊണ്ട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി കൊടുത്തിരുന്നു. അപ്പൊ ഇതിനെ കണ്ടിട്ട് തൻ്റെ രത്നം മോഷ്ടിച്ചു പോയല്ലോ, തീർച്ചയായും ഇത് കേശവനായിരിക്കും എന്നും പറഞ്ഞ് ഇങ്ങനെ പടർത്തി വിട്ടു. അങ്ങനെ ഭഗവാനും ചീത്തപ്പേര്. നോക്കണം, ആർക്കൊക്കെ ചീത്തപ്പേര്, ആർക്കൊക്കെ അവരുടെ ആയുസ് പോയി. ഇതെല്ലാം ഈ സാധനം കയ്യിലിരുന്ന പ്രശ്നമാണ് അല്ലെ. അതുകൊണ്ടാണ് ത്രൈലോക്യ രക്ഷാമണി. കൃഷ്ണൻ എന്ന മണി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ത്രിലോകത്തിൽ നിന്നും എല്ലാവരെയും രക്ഷിക്കുന്ന മണിയാണ്. അപ്പൊ ഈ ഒരു കഥ ഇവിടെ പറഞ്ഞു. അതുകൊണ്ട് ഇത് പാശുപതാസ്ത്രവും ഇതുപോലെയാണ്. ഭൂമിയിൽ കാല് ചവിട്ടിയിട്ട് അത് അനാവശ്യമായിട്ട് ഉപയോഗിച്ച വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് മര്യാദയ്ക്ക് വെച്ചുകൊണ്ടിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. ഇനി ഈ കഥ
ഭാഗവതത്തിലല്ല പറയുന്നത്. പിന്നെയോ ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത് ആരാണ്? മധ്വാചാര്യരുടെ ശിഷ്യർക്കാണ് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഭീമനാണ്, അല്ലെ? ഭീമന്റെ അംശവും കൂടെ ആയിട്ടാണ് മധ്വാചാര്യർ വരുന്നത്. അപ്പൊ അന്ന് കേട്ട കഥ, അന്ന് ആവിഷ്കരിച്ച, കൃഷ്ണന്റെ അടുത്ത് നിന്ന് ആവിഷ്കരിച്ച കഥ രണ്ടാമത് ഭക്തനായിട്ട് മധ്വാചാര്യർ വന്നപ്പോ മധ്വാചാര്യരുടെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അതാണ് ഞാൻ ഈ പറഞ്ഞത്. എപ്പോഴും നമ്മൾ ഭാഗവതം വായിച്ചത് കൊണ്ടോ അതില് അകത്തിറങ്ങിയത് കൊണ്ടോ നമുക്ക് പൂർണ്ണമായിട്ടും അതിന്റെ ഐഡിയ കിട്ടില്ല. എപ്പോഴും നമുക്ക് തലയ്ക്ക് മീതെയുള്ള ഭക്തന്മാരെയും വൈഷ്ണവ ഗുരുക്കളുടെയും സഹായം കൂടിയേ തീരും. അതുകൊണ്ടാണ് അവര് ഒരുപാട് കാര്യങ്ങൾ മഹാഭാരത താല്പര്യ നിർണയ, അത് ആരെഴുതിയതാണ്? മഹാഭാരതം എഴുതി. പിന്നെ എന്തിനാണ് മഹാഭാരത താല്പര്യ നിർണയ എഴുതുന്നത്? എന്താ കാര്യം? മധ്വാചാര്യൻ എഴുതിയാണ്. കാരണം മഹാഭാരതം എന്താണെന്നും അതിൽ നടന്ന ഓരോ സീക്വൻസ് എന്താണെന്നും മധ്വാചാര്യർക്ക് അറിയാം. അതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് അറിയാം, അല്ലെ? അത് ഭക്തനിലേക്ക് ആവിഷ്കരിച്ചത് കൊണ്ടാണ്. കാരണം ഭീമൻ അന്ന് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഭീമൻ, അതുപോലെ വായുവാണ്. വായു സർവത്ര എല്ലായിടത്തും ഉണ്ട്, പെനിട്രേറ്റ് ചെയ്ത് എല്ലായിടത്തും ഉണ്ട്. അപ്പൊ വായുവിനും അറിയാം. അങ്ങനെ വായുവും പിന്നെ ബ്രഹ്മാവും കൂടെ ഉണ്ട്. അങ്ങനെ വായു, ബ്രഹ്മദേവൻ, പിന്നെ ആരാണ്? ഭീമൻ. എല്ലാം കൂടെ ചേർന്നിട്ടാണ് ആര് വരുന്നത്? മധ്വാചാര്യ. അതുകൊണ്ട് ആ മധ്വാചാര്യരുടെ ഹൃദയത്തിൽ ഇത് ആവിഷ്കരിച്ചു. അപ്പൊ ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നത്, വ്യാസദേവന് ഇതെല്ലാം അറിയാമായിരുന്നിട്ടും, വേദങ്ങളും ശാസ്ത്രങ്ങളും ഭാഗവതം അറിയാമായിരുന്നിട്ടും ഒരു അഡ്വൈസും അതിന്റെ ഗൈഡൻസും ഇവിടെ സീക്കുകയാണ്. അതേമാതിരി നമ്മളും ഭാഗവതം അറിയാന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും ഞാൻ ഇന്നു മുതല് ഭാഗവത ആചാര്യനാണ് എന്ന് പറഞ്ഞ് ഞെളിയാൻ പാടില്ല. എന്ത് ചെയ്യണം? എപ്പോഴും നമ്മുടെ പൂർവ്വസൂരികളുടെ ഭക്തന്മാരുമായിട്ട് സംഘമുണ്ടാവണം. അവരുടെ ഗൈഡൻസ് നമ്മൾ എടുക്കണം. എങ്കിൽ മാത്രമേ അവരുടെ ഹൃദയത്തിൽ ആവിഷ്കരിച്ച ആ സത്യങ്ങൾ, ഭാഗവത സത്യങ്ങൾ, പരമാർത്ഥങ്ങൾ നമുക്കും മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഭാഗവത ശ്ലോകം തീരെയാണ്. മംഗളം യാദവേന്ദ്രായ മഹനീയ ഗുണാബ്ദയേ വസുദേവ തനുജായ വാസുദേവായ മംഗളം. ഇവിടെ സംഗ്രഹം കൊടുക്കുകയാണ്. പരമഭക്തനായ നാരദ സംഗ്രഹം കൊടുക്കുകയാണ്. ഭാഗവതം എഴുതുവാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ്. ഇനി നീ വിശദീകരിക്കണം. ഞാനൊരു സിപ്പ് ഫയൽ തന്നു, അതിനെ ഇനി അതിനകത്ത് കയറി ഓരോത്തിലും ഭഗവാന്റെ കാര്യങ്ങൾ, എങ്ങനെയുള്ള കാര്യങ്ങൾ? വിശ്വപ്രപഞ്ചം, ഭഗവാനിൽ നിന്ന് വരുന്നു, സൃഷ്ടി, സംഹാരം, ഇതൊക്കെ നീ വിശദീകരിക്കണം. അപ്പൊ ഭാഗവതത്തിലൊക്കെ ഇതാണ്, അല്ലെ? ഭാഗവതം നമ്മൾ പഠിക്കുന്നതെല്ലാം ഇതാണ്. ആ തുടക്കം മുതൽ ഒടുക്കം വരെ അവതാരങ്ങൾ, സൃഷ്ടി, ഇതെല്ലാം. അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ടുള്ള അധ്യായങ്ങളിലും ശ്ലോകങ്ങളിലും ഇതിനെക്കുറിച്ച് പഠിക്കാം. ഹരേ കൃഷ്ണ.